പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ മധ്യത്തിൽ ചെറിയൊരു വചനമായിട്ട് നിൽക്കുവാൻ വലിയവനായ ദൈവം തന്ന അവസരം നന്ദി പറയുകയാണ്. പ്രൈസ് ദി ഹല്ലേലൂയ. നാം വചനം നോക്കുന്ന സമയത്ത് ആരാണ് ഭാഗ്യവാൻ എന്ന് വചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആരാണ് ഭാഗ്യവാൻ? നാം മാനുഷിക ചിന്തയെ നോക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പറയും ഹല്ലേലൂയ, ലോട്ടറി അടിക്കുന്നവനാണ് ഭാഗ്യവാൻ, അല്ലെങ്കിൽ പറയും വലിയ ഒരു അല്ലെങ്കിൽ ആഡംബരമായിട്ടുള്ള കാറ് ഉള്ളവനാണ് ഭാഗ്യവാൻ എന്ന് പറയും ഹല്ലേലൂയ. അല്ലെങ്കിൽ പറയും ഹല്ലേലൂയ, ഒരുപാട് വലിയ വീടുകൾ, ഒരുപാട് വസ്തുവകകൾ, സമ്പത്തുകൾ ഒക്കെ ഉള്ളവരാണ് ഭാഗ്യവാൻ എന്ന് പറയും. എന്നാൽ വചനം പറയുന്നത് അങ്ങനെയല്ല. ഹല്ലേലൂയ. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കാതെ, എങ്ങനെ? ദുഷ്ടന്റെ ആലോചന പ്രകാരം. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, ദുഷ്ടൻ ചിന്തിക്കുന്ന എപ്പോഴും ദുഷ്ടത മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഹല്ലേലൂയ. ആയതുകൊണ്ട് അവൻ്റെ കൂടെ പ്രൈസ് ഹല്ലേലൂയ, അവൻ്റെ ആലോചന കേൾക്കുവാനോ അവൻ്റെ കൂടെ നടക്കാനോ ചെയ്യാതിരിക്കുകയും, അതുപോലെ പാപികളുടെ വഴി നിൽക്കാതെയും. നമുക്കറിയാം, പാപം ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ കൂടെ പോയാൽ നാം എന്തായി മാറും? നാം പാപിയായി മാറുവാനിടയാകും. ഹല്ലേലൂയ. അപ്പോൾ ചിലർ പറയും, അയ്യോ, ഞാൻ അവൻ്റെ കൂടെ ഒന്ന് പോയതല്ലേ ഉള്ളൂ, അല്ലെ കുറച്ച് നേരം അവൻ്റെ കൂടെ നടന്നതല്ലേ ഉള്ളൂ എന്ന് പറയും. എന്നാൽ ഹല്ലേലൂയ, പാപി പോകുന്നിടം ഹല്ലേലൂയ പാപം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യണം? വചനം പറയുന്നു, പാപയുടെ വഴിയിൽ നിൽക്കാൻ പോലും പാടില്ലെന്നാണ് വചനം പറയുന്നത്. അതുപോലെ പരിഹാസയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഹല്ലേലൂയ. വചനം പറയുന്നു, വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും. പരിഹാസം അടിക്കുന്നവൻ ഹല്ലേലൂയ എപ്പോഴും പരിഹാസമായിട്ട് അവൻ ചിന്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവൻ്റെ ആ ഇരിപ്പിടത്തിൽ പോലും നാം പോയി ഇരിക്കുന്നത് നമുക്ക് ഒരു ദൈവ പൈതലിന് അത് നല്ലതല്ല എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതുപോലെ ഇവിടെ എഴുതിയിരിക്കുന്നു, ഹല്ലേലൂയ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. പ്രൈസ് ദി ഹല്ലേലൂയ. യഹോവയുടെ ന്യായപ്രമാണം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലേക്ക് സന്തോഷിക്കാനുള്ള കൃപ നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലൊരു ഭാഗ്യം വലിയവനായ ദൈവം തരുവാനിടയാകും. ഹല്ലേലൂയ. അതുപോലെ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവനാണ് ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരാണ് ഭാഗ്യവാന്മാർ, അവരാണ് ഭാഗ്യവതികൾ എന്ന് ഹല്ലേലൂയ വചനത്തിൽ നാം മനസ്സിലാക്കുന്നത്. ആയതുകൊണ്ട് ഹല്ലേലൂയ, ഇത്രയും കാര്യം നാം ഹല്ലേലൂയ ഏറ്റെടുക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് വലിയൊരു അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവ്, നല്ല ദൈവമേ, ഈ വചനം കേട്ട ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ. വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. കൃപ ചെയ്യണമേ. വചനം ഏറ്റെടുത്ത് ഞങ്ങളുടെ മക്കൾക്കായി സകലവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയപ്പെടുവാൻ ഞാൻ കൃപ ചെയ്യുന്നതിനാണ് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന യാചന കേട്ടു നന്ദി. യേശുനാഥന പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ.